ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SSC മല്ലുഫൈഡിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഹൗ ടു അനലൈസ് മോക്സ് എഫക്റ്റീവ്ലി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മുടെ മോക്സ് അനലൈസ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ പലരും നൂറിലധികമോ മോക്കുകൾ എഴുതിയിട്ടുള്ളവരാവാം, അല്ലേ? പക്ഷെ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയായ രീതിയിലല്ല നമ്മൾ എഴുതുന്ന മോക്സ് അനലൈസ് ചെയ്യുന്നത് എന്നതാണ്. ചിലരാവട്ടെ ഈ അനാലിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്നവരുണ്ട്. സോ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രിസൈസ് ആൻഡ് കൺസൈസ് ആയിട്ട് നിങ്ങൾ എഴുതുന്ന ഏത് മോക്കും ആകട്ടെ, ഏത് എക്സാമും ആകട്ടെ, അത് വെറും മൂന്ന് സ്റ്റെപ്പുകൾ കൊണ്ട് എങ്ങനെ ശരിയായി അനലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണാൻ പോകുന്നത് വെറും 10-20 ആൾക്കാരായിരിക്കാം. പക്ഷേ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. സോ ഡോണ്ട് ഷെയർ ദിസ് വീഡിയോ ബട്ട് ഡു സബ്സ്ക്രൈബ്. നമ്മളായിട്ട് വെറുതെ കോമ്പറ്റീഷൻ കൂട്ടണ്ടല്ലോ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. സോ എന്താണ് ആ 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഏത് മോക്ക് എഴുതി കഴിഞ്ഞാലും ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു ബട്ട് ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു ബട്ട് ആവറേജ് ആൾക്കാരിലും കൂടുതൽ ടൈം നിങ്ങൾ എടുത്തു. ഇനി തേർഡ് ആയിട്ട് പറയാനുള്ളത് അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു മോക്ക് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ആ മോക്ക് എഴുതിയതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ വിട്ടുകളഞ്ഞ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ ഇനി തൊട്ട് മോക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു ബട്ട് അത് തെറ്റിപ്പോയി. അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? ഒന്നെന്ന് പറയുന്നത് കൺസെപ്ച്വൽ എറേഴ്സ് ആണ്. രണ്ടെന്ന് പറയുന്നത് സില്ലി മിസ്റ്റേക്സ് ആണ്. നമ്മളിൽ അധികം പേരും സിലബസ് ഒക്കെ കവർ ചെയ്ത് 1-2 തവണ റിവൈസ് ഒക്കെ ചെയ്ത് എന്നിട്ടും മോക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? ഏറ്റവും കൂടുതൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സില്ലി മിസ്റ്റേക്സ് ആണ്. സോ ഈ കൺസെപ്ച്വൽ എറേഴ്സിനെക്കാളും അധികം ആൾക്കാരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ സില്ലി മിസ്റ്റേക്സ് തന്നെയാണ്. ആ സില്ലി മിസ്റ്റേക്സ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കൺസെപ്ച്വൽ എറേഴ്സ് മാറ്റാനാണ് ഏറ്റവും എളുപ്പം. നമുക്ക് എവിടെയാണ്, ഏത് കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഏത് റൂളാണ് നമുക്ക് തെറ്റിപ്പോയത് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇനി അതിന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയാനുള്ളത്, നമ്മുടെ നോട്ട്ബുക്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ നോട്ട് എടുക്കുക. അതിൽ ആ റൂള് അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനി അതിന്റെ തേർഡ് സ്റ്റെപ്പായിട്ട് പറയാനുള്ളത്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നമുക്ക് മോക്കിന് ചോദിച്ചു, തെറ്റിപ്പോയി, അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 3-5 പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ റൂള് തറവാകാൻ സഹായിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ വേറെ ഒരു ഗുണം കൂടുണ്ട്. നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ ഒരിക്കലും തെറ്റിക്കില്ല, അല്ലെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതായത് തെറ്റിച്ച് പഠിച്ചാലേ ശരിക്ക് പഠിക്കൂ എന്ന് സാരം. അപ്പൊ ഇനി നമുക്ക് മോക്സിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനെ ഒരു ഫെയിലിയർ ആയിട്ട് കാണാതിരിക്കുക. പകരം അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അങ്ങനെ കാണുക. ഇനി നമുക്ക് അടുത്ത നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സിലേക്ക് പോകാം, സില്ലി മിസ്റ്റേക്സ്. നിങ്ങളിൽ അധികം ആൾക്കാരും വരുത്തുന്ന മിസ്റ്റേക്സും ഇത് തന്നെയാണ്. അപ്പം അതിനി എങ്ങനെ മാറ്റണം എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഏത് തരം മിസ്റ്റേക്കാണ് വരുത്തിയത് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ, ഇൻറ്റുവിന് പകരം ഡിവൈഡ് ചെയ്തോ, ഇൻറ്റു 8 ചെയ്യേണ്ടതിന് പകരം ഇൻറ്റു 9 ആണോ ചെയ്തത്? ഇനി മിസ്റീഡിങ് എറേഴ്സ് ആണോ? വാട്ടർ ഈസ് ടു മിൽക്ക് എന്ന് ചോദിച്ചെടുത്ത് നിങ്ങൾ മിൽക്ക് ഈസ് ടു വാട്ടർ ആണോ കണ്ടുപിടിച്ചത്? യൂണിറ്റ് സെന്റിമീറ്റർ തന്നിട്ട് നിങ്ങൾ മീറ്ററിലാണോ കാൽക്കുലേഷൻ ചെയ്തത് എന്ന് കണ്ടുപിടിക്കുക. ഇനിയും അടുത്തതായിട്ട് പറയാനുള്ളത് മാർക്കിംഗ് ദ റോങ് ഓപ്ഷൻ. നമ്മളിൽ പലരും ഉത്തരവൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു, അവസാനം ആ ധൃതിയുടെ ഇടയ്ക്ക് മൂന്ന് കുത്തേണ്ടതിന് പകരം പോയി 2 കുത്തും. അങ്ങനെ മിസ്റ്റേക്സ് വരുത്തുന്നവരുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്സിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇനി ആ മിസ്റ്റേക്ക് എങ്ങനെ വരുത്താതിരിക്കാം, എങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രീ ചെക്ക് ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റീറീഡ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? മിൽക്ക് ഈസ് ടു വാട്ടർ ആണോ, അതോ വാട്ടർ ഈസ് ടു മിൽക്ക് ആണോ, ഇൻ കിലോമീറ്റേഴ്സ് ആണോ, ഇൻ മീറ്റേഴ്സ് ആണോ എന്ന് എന്താണ് ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുക എന്ന് നോക്കാം. പലരും മേക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സിനോണിംസ് ചോദിച്ചിട്ട് നമ്മൾ ആന്റോണിംസ് കുത്തും, അല്ലെ ആന്റോണിം ചോദിച്ചെടുത്ത് നമ്മൾ സിനോണിംസ് കുത്തും.
സോ ഞാൻ പറഞ്ഞതുപോലെ ആ പ്രീ ചെക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഒരു 40-50% മിസ്റ്റേക്സ് നിങ്ങൾക്ക് കുറയ്ക്കാനാവാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 2-3 മോക്ക് എഴുതി അത് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ സില്ലി മിസ്റ്റേക്സ് വരുത്തുന്നതെന്ന്. സോ ആ ഒരു ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. നിങ്ങളുടെ പേസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഒന്ന് റീഡ് ചെയ്ത് പതുക്കെ അത് ചെയ്താൽ മതി. ഒരു ധൃതിയുമില്ല. ഓക്കെ, അതിൽ നിന്നുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സില്ലി മിസ്റ്റേക്സിന്റെ പ്രോബബിലിറ്റി ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഇനി ഫോർത്ത് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു സില്ലി മിസ്റ്റേക്ക് ട്രാക്കർ. അത് നിങ്ങൾ ഡിജിറ്റൽ നോട്ട്സ് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു PDF അല്ലെങ്കിൽ ഒരു എഡിറ്റബിൾ PDF ഫയലിൽ സേവ് ചെയ്യാം. ഇനി നിങ്ങൾ നോട്ട്ബുക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മേ ബി ഒരു A4 വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു നോട്ട്ബുക്കിൽ ഏത് ടൈപ്പ് ഓഫ് സില്ലി മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഓരോ ദിവസവും വരുത്തുന്നതെന്ന് ട്രാക്ക് ചെയ്താൽ മതി. ആ ട്രാക്കിംഗ് നിങ്ങൾ അധികം നാളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും, നിങ്ങൾ അലേർട്ട് ആവാൻ തുടങ്ങും. സോ ആ ഒരു അലേർട്ട്നെസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നിടം വരെ നിങ്ങൾ ഈ ട്രാക്കിംഗ് പ്രോസസ്സ് ഒന്ന് തുടരുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആൻഡ് ക്രൂഷ്യൽ സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അധികം ആൾക്കാരും വിട്ടുപോകുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഈ സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഉത്തരം ശരിയാക്കി, പക്ഷേ ആവറേജ് ആൾക്കാരിലും കൂടുതൽ ടൈം എടുത്തു. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾ 1 മിനിറ്റിൽ കൂടുതൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സെക്ഷനിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് അനാലിസിസിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പല ടോപ്പേഴ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ 40 സെക്കൻഡ്സ് എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് ടൈമാണ് പറയുന്നത്. അതായത് 40 സെക്കൻഡ്സിൽ കൂടുതൽ അവർ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യും, അതിനി ശരിയാണെങ്കിൽ പോലും. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് അവരിൽ പലരെയും ടോപ്പേഴ്സ് ആക്കി മാറ്റുന്നത്. നിങ്ങളോട് ഞാൻ 40 സെക്കൻഡ് എന്ന് പറഞ്ഞ കട്ട് ഓഫ് ടൈം പറയുന്നില്ല, നിങ്ങൾ 1 മിനിറ്റ് എടുത്തോളൂ. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് കുറച്ച് കൂടുതൽ സമയമൊക്കെ എടുക്കാം. 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇനി തൊട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം തൊട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതെങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പം മനസ്സിലല്ലേ, ഞാൻ പറഞ്ഞുതരാം. സോ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആസ്ക് യുവർ സെൽഫ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ടൈം ഈ ക്വസ്റ്റ്യനിൽ എടുക്കാൻ കാരണം? അതൊരു കൺസെപ്റ്റ് ക്ലാരിറ്റിയുടെ പ്രശ്നമായിരുന്നു? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തത് കൊണ്ടാണോ? അതൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ടാണോ? നിങ്ങൾ ഒരു വലിയ ക്വസ്റ്റ്യൻ കോംപ്രഹെൻഡ് ചെയ്യാൻ പെട്ട പാടുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണോ? എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോ എന്നറിയാൻ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ നേരെ SSC മലയാളി ഗ്രൂപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. മേ ബി വിത്തിൻ സെക്കൻഡ്സ് അല്ലെ ഒരു മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് സൊല്യൂഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ക്വസ്റ്റ്യൻ ഇല്ല, ഇത് നോർമൽ ഒരു 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എടുക്കും എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ടൈം കളയാതെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ സ്ട്രാറ്റജി. സോ ഈ മോക്ക് അനാലിസിസിലൂടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്നും കൂടിയുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ആവുന്നതാണ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, ദെൻ സെർച്ച് ഫോർ സം ഷോർട്ട് കട്ട്സ്, ദെൻ ഡിസൈഡ് വെദർ ടു സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഓർ നോട്ട്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടത് എന്നതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ വിട്ട് കളയുന്നത്? അത് നമ്മുടെ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റിയുടെ കുറവാണോ? അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടാതെ പോയോണ്ടാണോ? അതുമല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണോ നമ്മൾ ആ ക്വസ്റ്റ്യൻ വിട്ട് കളഞ്ഞത്? പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ട് കളയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോങ് ക്വസ്റ്റ്യൻ കണ്ട പല ആൾക്കാരും ഒന്ന് പേടിക്കും. ഓ, ഇത് വായിക്കണം, ഇത് മനസ്സിലാക്കണം. ചിലർക്ക് ഒരു തവണ വായിച്ചാൽ അത് മനസ്സിലാവില്ല, അവരൊന്നും രണ്ടും തവണ അത് വായിക്കും, അങ്ങനെ അതിൽ കുറേ ടൈം പോകും. അതുകൊണ്ട് പല ആൾക്കാരും അത് വിട്ട് കളയാറുണ്ട്, അൺഅറ്റംപ്റ്റഡ് ആക്കാറുണ്ട്. പക്ഷേ നമ്മൾ മോക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ആ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ ഇല്ലായിരിക്കും. ഒരു ചെറിയ ഡേറ്റ ആയിരിക്കും ചോദിച്ചേക്കുന്നത്. ആദ്യം മൊത്തം ഒരു വലിയ കഥ പറഞ്ഞിട്ട് അവസാനം നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ ഇതെനിക്ക് അറ്റംപ്റ്റ് ചെയ്യാമല്ലോ എന്ന്. മോക്ക് എക്സാംസിൽ അത് അലൗഡാണ്, പക്ഷേ ഇത് റിയൽ എക്സാമിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഏതൊരു ക്വസ്റ്റ്യനെയും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്തെടുക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുക, കോംപ്രഹെൻഡ് ചെയ്യുക,
ആ സ്പോട്ടിൽ തന്നെ ഡിസൈഡ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് എത്ര ടൈം എടുക്കും, ഇത് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങും ഈ മോക്ക് അനാലിസിസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനിയും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വിട്ട് കളയുന്നത് ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ നിങ്ങൾ തേർഡ് സ്റ്റെപ്പ് അല്ല സെക്കൻഡ് സ്റ്റെപ്പാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ 1 മിനിറ്റിൽ കൂടുതൽ എടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് അതിൽ ഇനിയും ഷോർട്ട് ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? ലാക്ക് ഓഫ് കൺസെപ്ച്വൽ നോളജ്. അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു കൺസെപ്റ്റ് എറർ കൊണ്ട് അല്ലെ അവിടെ ഒരു ലാഗ് കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. സോ ഈ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾ ഡിലിജൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും വിത്തിൻ 1 മന്ത് നിങ്ങളുടെ മോക്സിൻ്റെ മാർക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു 1% ഉപകാരമെങ്കിലും ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻസിൽ പറയാം. ഇനി എന്തെങ്കിലും ക്രിറ്റിസിസമോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻസിൽ അത് പറയാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ ഇത്രയും ഉള്ളൂ. താങ്ക് യു സോ മച്ച്.